അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താണ് വഴി എന്നുള്ളത്. മക്കൾ ഒന്നും പറഞ്ഞതും കേൾക്കുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങൾ, അതുപോലെ തന്നെ വാശി, അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കണം, അതിനെന്താണ് വഴി? അള്ളാഹു നല്ലത് പറയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരു ഖുർആനികമായിട്ട് എന്താണ് പരിഹാരമുള്ളത് എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളത്. നമുക്ക് ഒരാളുടെ മനസ്സ് മാറ്റണമെങ്കിൽ 5 വക്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഏറ്റവും നല്ലത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ്. സൂറത്തുൽ ഇൻഷിറാഅ്, അതായത് അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക എന്നീ വരുന്ന ഇൻഷിറാഅ്, ഈ സൂറത്താണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം, അതിൽ മഗ്രിബാണ് ഏറ്റവും നല്ലത്, 17 വട്ടം പാരായണം ചെയ്യുക. ഓരോ പ്രാവശ്യവും ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കരുതുകയും അവരുടെ മനസ്സ് മാറാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇങ്ങനെ 17 വട്ടം പാരായണം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിൽ കരുതുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇങ്ങനെ 17 വട്ടമാണ് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഇൻഷിറാഅ് ഓതേണ്ടതാണ്. ഇൻഷാ അള്ളാഹ് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും സന്തോഷം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയും ചെയ്യും, അത് കണ്ടറിയുകയും ചെയ്യും. ഏറ്റവും നല്ല അതിമഹത്തായ ഒരു മാർഗമാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യ, മക്കൾ എല്ലാവരുടെയും നല്ല മനസ്സുകളാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.